അതിർത്തിയിൽ പാകിസ്ഥാന്റെ ചാരവിമാനവും ഡ്രോണും പറക്കുന്നതിന്റെ ഷോക്കിൽ നിന്നും വിമുക്തി നേടുമെന്ന് അർദ്ധരാത്രിയിൽ ആകാശത്ത് 2 മണിക്കൂറിലേറെ 21 കിലോമീറ്റർ ഡ്രോൺ പറന്നു. അതീവ ജാഗ്രതയുടെ തലസ്ഥാനം. നമ്മുടെ സ്വന്തം തലസ്ഥാനത്തിന് മുകളിലൂടെ കഴിഞ്ഞ ദിവസം ഡ്രോൺ പറന്നു നടന്നത് സംസ്ഥാനത്തെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയിൽ അർദ്ധരാത്രിയിൽ ഡ്രോൺ പറന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു. നമ്മുടെ സുരക്ഷാ സംവിധാനം ഉറങ്ങിപ്പോയോ എന്നാണ് ഉയരുന്ന ചോദ്യം. തലസ്ഥാനത്ത് കോവളം മുതൽ BSSC ഉൾപ്പെടുന്ന തുമ്പ വരെയാണ് മണിക്കൂറുകളോളം ആകാശത്ത് ഡ്രോൺ പറന്നത്. വെള്ളിയാഴ്ച അർദ്ധരാത്രി 12:45 കോവളം സമുദ്ര ബീച്ചിന് സമീപം ഡ്രോൺ താഴ്ന്നു പറക്കുന്നത് പോലീസിന്റെ പെട്രോളിംഗ് സംഘം കണ്ടത്. 2:55 BSSCക്കടുത്തും കാണപ്പെട്ടു. ജനവാസ മേഖലയിലായതിനാൽ CISF ജവാന്മാർ വെടിവെച്ചിട്ടില്ല. പിന്നീട് ഇത് അപ്രത്യക്ഷമായി. പോലീസും മറ്റു ഏജൻസികളും ഇന്നലെ മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും ഡ്രോൺ കണ്ടെത്താനായിട്ടില്ല. തന്ത്രപ്രധാന മേഖലകളിലൂടെ ഡ്രോൺ പറന്നത് കണ്ടിടാൻ പോലീസ് വിമാനത്താവളത്തിനും ദക്ഷിണ വ്യോമ കമാൻഡിനും പാങ്ങോട് കരസേനാ സ്റ്റേഷനും BSSCക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. എന്താണ് ഡ്രോൺ? ക്യാമറ സംവിധാനമുള്ള ചെറു വിമാനങ്ങളാണ് ഡ്രോണുകൾ. മനുഷ്യനോ കമ്പ്യൂട്ടറിനോ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഇത് നിയന്ത്രിക്കാനാവുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിരീക്ഷണത്തിനും ചാരപ്പണിക്കും വ്യോമാക്രമണത്തിനും പോലും ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. കേരളത്തിൽ വിവാഹം, അവാർഡ് നിശകൾ എന്നിവയെല്ലാം ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നു. വിമാനത്താവളങ്ങളുടെ 5 കിലോമീറ്റർ, സെക്രട്ടേറിയറ്റിന്റെ 3 കിലോമീറ്റർ പരിധിയിൽ ഡ്രോണിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് മുകളിലൂടെ പറത്താനാവില്ല. 250 ഗ്രാമിന് മുകളിൽ ഭാരമുള്ള ഡ്രോണുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 27,000 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ വില. എന്തായാലും അർദ്ധരാത്രിയിലെ ഡ്രോൺ പറക്കൽ അതീവ ജാഗ്രതയോടെയാണ് സംസ്ഥാന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ. സംഭവം നടന്നയുടൻ കേന്ദ്ര ഏജൻസികളെ വിവരം അറിയിച്ചു. സൈനിക ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് സൈന്യം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ്, മിലിറ്ററി പോലീസ്, ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. വ്യോമസേനയുടെ മുക്കുന്നിമലയിലെയും ദക്ഷിണ വ്യോമ കമാൻഡിലെയും റഡാർ രേഖകൾ പരിശോധിച്ചെങ്കിലും ഡ്രോണിന്റെ വിവരങ്ങൾ ലഭിച്ചില്ല. വിമാനത്താവളത്തിലെ റഡാറിലും ഡ്രോൺ പതിഞ്ഞില്ല. ഉപഗ്രഹ ക്യാമറകൾ പരിശോധിച്ച് ഡ്രോൺ കണ്ടെത്താൻ ISROയുടെ സഹായം തേടിയിട്ടുണ്ട്. കൊച്ചി നാവിക ആസ്ഥാനത്തെ റഡാറിലെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡും തീരദേശ പോലീസും കടലിലും പരിശോധന നടത്തി. ഡ്രോൺ പറത്തിയവരെ കണ്ടെത്താൻ സിറ്റി പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന്റെ അന്വേഷണവും നടക്കുകയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. 50 മീറ്റർ ഉയരത്തിൽ മാത്രം പറന്നതിനാലാണ് റഡാറിൽ പതിയാത്തത്. BSSC അടക്കമുള്ള സ്ഥാപനങ്ങൾ ഉപഗ്രഹ മാപ്പിംഗ് നടത്തിയിട്ടുള്ളതിനാൽ രാത്രി ദൃശ്യങ്ങൾ പകർത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. സ്വകാര്യ ചടങ്ങുകൾക്കോ ഹോം സ്റ്റേയിലോ ആരെങ്കിലും ഉപയോഗിച്ച ഡ്രോൺ നിയന്ത്രണം വിട്ട് സഞ്ചരിച്ച് ബാറ്ററി തീർന്ന് നിലത്ത് പതിച്ചിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഡ്രോൺ കണ്ടെത്താൻ തുമ്പ മേഖലയിലുടനീളം പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. കോവളത്തെ ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലും റെയ്ഡ് നടത്തിയ പോലീസ് വിദേശികളെ അടക്കം ചോദ്യം ചെയ്തെങ്കിലും ഡ്രോണിന്റെ ഉടമയെ കണ്ടെത്താനായില്ല. വ്യോമസേന നിരീക്ഷണത്തിനായി ഇത്തരം ഡ്രോണുകൾ അയക്കാറുള്ളതിനാൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്നില്ലെന്ന മറുപടി കിട്ടി. ഡ്രോൺ സുരക്ഷാ മേഖലയിൽ കടന്നിട്ടില്ലെന്ന് പ്രതിരോധ വകുപ്പും വിമാനത്താവളത്തിൽ എത്തിയില്ലെന്ന് പോലീസും സ്ഥിരീകരിച്ചു. ഡ്രോൺ കണ്ടെത്താൻ റഡാറുകൾ വീണ്ടും പരിശോധിക്കും. ഉപഗ്രഹ സഹായവും തേടുമെന്ന് മനോജ് എബ്രഹാം പറഞ്ഞു. കോവളത്ത് നിന്ന് തുമ്പ വരെ 21 കിലോമീറ്റർ. ഒരിടത്തിരുന്ന് നിയന്ത്രിക്കുക എളുപ്പമല്ല. കോവളത്തിരുന്ന് പ്രവർത്തിപ്പിച്ച ഡ്രോൺ നിയന്ത്രണം വിട്ട് ബാറ്ററി തീരും വരെ പറന്നതാകാം. ബാറ്ററിയിൽ 2.5 മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിക്കാൻ ഇത്തരം ഡ്രോണുകൾക്കാവും. തുമ്പ ഭാഗത്ത് ബാറ്ററി ചാർജ് തീർന്നപ്പോൾ നിലംപതിച്ചതാവാമെന്നും പോലീസ് സേന പറയുന്നു. നിരീക്ഷണ ഡ്രോൺ റൂട്ടിൽ നിന്ന് മാറിപ്പറന്ന് നിലംപതിച്ചതാവാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.